അപ്പോൾ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബട്ട് നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഫിനിഷ് ദാറ്റ് സെഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തീർത്തത് ഒരു ജംബ്ലിംഗ് ഓഫ് ദ സെൻറ്റൻസ് റീഓർഡറിംഗ് ആയിരുന്നു. 40th ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻഷൻ സെക്ഷനാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സസിൽ ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്കൊരു ഒരു പാരഗ്രാഫ് കിട്ടും, 2 or 3 പാരഗ്രാഫ്സ് നിങ്ങൾക്ക് കിട്ടും. പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ ഡയറക്ഷൻ ഒന്ന് വായിക്കാം. ഇൻ ദിസ് സെക്ഷൻ യു വിൽ ഹാവ് എ ഷോർട്ട് പാസേജ്. ആഫ്റ്റർ ദ പാസേജ് യു വിൽ ഫൈൻഡ് സം ഐറ്റംസ് ബേസ്ഡ് ഓൺ ദ പാസേജ്. മോസ്റ്റ്ലി എന്തെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ 1 വേർഡോ ഒക്കെ ആയിരിക്കും ഇതിന് ചോദിക്കാം. First read the passage and then answer the items based on it. You are required to select your answers based on the contents of the passage and opinion of the author only. ഇപ്പം നിങ്ങളിതിൽ ചെയ്യേണ്ടത് പാസേജ് വായിക്കുക, പാസേജ് വായിച്ചിട്ട് ആ ഓഥറിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചുള്ള ആൻസേഴ്സ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു പാസേജ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് റൈറ്ററിന്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ചിലർക്ക് പഠിക്കാനുണ്ടാവും. 12th ഡിഗ്രി ലെവലിലൊക്കെ വരുന്ന ഒരു എസ്സേയാണ്, ബേക്കണിന്റെ ഒരു എസ്സേയാണ് ഓഫ് സ്റ്റഡീസ്. അപ്പോൾ ഓഫ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് പാരഗ്രാഫാണ് ഇതിൽ വന്നിരിക്കുന്ന ചോദ്യം. പഠിത്തത്തെ പറ്റിയിട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ വായിക്കണം എന്നൊക്കെ ഉള്ള ഒരു മീനിങ് വരുന്ന ഒരു എസ്സേയാണത്. സോ ഒരു 2 മിനിറ്റ് ടൈം തരാം. ജസ്റ്റ് ആ എസ്സേ ഒന്ന് ഓടിച്ചു നോക്കുക. ഒരൊറ്റ പാരഗ്രാഫേ ഉള്ളത്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് എസ്സേ ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എസ്സേ? യെസ്. ഒരു വട്ടം ഞാനൊന്ന് വായിക്കാം, പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാം. Studies serve for delight, for ornament and for ability. Their chief use for delight is in privateness and retiring. For ornament is in discourse, and for ability is in judgment and disposition of business. For expert men can execute and perhaps judge of particulars one by one. But the general counsels and the plots and marshalling of affairs come best from those that are learned. To spend too much time in studies is sloth. To use them too much for ornament is affectation. To make judgment wholly by their rules is the humor of a scholar. They perfect nature and are perfected by experience. For natural abilities are like natural plants, that they need pruning by study, and studies themselves do give forth directions too much at large, except they be bounded in by experience. Crafty men condemn studies, simple men admire them, and wise men use them. For they teach not their own use, but that is a wisdom without them, and above them won by observation. Read not to contradict and confute, nor to believe and take for granted, nor to find, talk and discourse, but to weigh and consider. So this is the essay. പഠിച്ചിട്ടുണ്ടോ ഈ എസ്സേ ഇതിനു മുമ്പ്? കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? വായിച്ചു കഴിഞ്ഞോ? നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ?
ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. The first question, according to the author, why should one study? ഓഥറിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഒരാൾ പഠിക്കുന്നത്? 4 options: to gather information about the world, to pass the time in a creative way, for pleasure, enhanced capability and holistic growth, to become only worldly wise. ഗസ് ഉണ്ടോ ആർക്കെങ്കിലും? സി ആണോ സാർ ഓപ്ഷൻ? യെസ്, ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണോ യെസ് ഇതിനു മുമ്പ്? ബേക്കൺ ഡേ ഓഫ് സ്റ്റഡീസ്? ഇല്ല സാർ, ആദ്യമായിട്ട്. ഓക്കെ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. പ്ലഷറിന് വേണ്ടിയും എൻഹാൻസ്ഡ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയും ഒരു വ്യക്തമായ ഗ്രോത്തിന് വേണ്ടിയും, ഹോളിസ്റ്റിക് ഒരു എഫക്റ്റീവായ ഗ്രോത്തിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ് ഓഥറിന്റെ അഭിപ്രായം. The next question, why does author not recommend too much of studies? എന്തുകൊണ്ടാണ് ഒരുപാട് പഠിക്കരുതെന്ന് ഓഥർ പറയുന്നത്? Because it reflects idleness, because it requires too much money, because it is dangerous for the health of the mind, because it makes men crafty. എ ആണോ സാർ? Yes, answer is option A. Because it reflects idleness. വേറെ ഒരു പണിയും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഓഥറിന്റെ പക്ഷം. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ A. Yes. Next question, according to the author, how can the studies be perfected? എങ്ങനെ നമുക്ക് സ്റ്റഡീസ് പെർഫെക്റ്റ് ചെയ്യാം? റിഫ്ലക്ഷൻ കൊണ്ടാണോ, ആപ്ലിക്കേഷൻ കൊണ്ടാണോ, കോൺവെർസേഷൻ കൊണ്ടാണോ, എക്സ്പീരിയൻസ് കൊണ്ടാണോ? എക്സ്പീരിയൻസ്. യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബൈ എക്സ്പീരിയൻസ്. നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ടാണ് എപ്പോഴും നമ്മുടെ സ്റ്റഡീസ്, പഠനം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, മൂർച്ച കൂട്ടാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈം വായിക്കുന്ന ഒരാൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടല്ലോ, വെരി ഗുഡ്. ആക്ച്വലി ഓഫ് സ്റ്റഡീസ് അത്യാവശ്യം പാടുള്ള ഒരു എസ്സെയാണ്, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് എസ്സെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഡിനൗൺസ് സ്റ്റഡീസ്? നമ്മൾ ഡിനൗൺസ് എന്ന് പറയുന്ന വാക്ക് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിനൗൺസ്? നമ്മൾ സിനോണിംസ് ആൻഡ് ആന്റണിംസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചതാണ് ഈ വാക്ക് ഡിനൗൺസ്. എന്തിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഡിനൗൺസ്. അനൗൺസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിനൗൺസ്. ഓക്കെ, നോക്കിയ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഡിനൗൺസ് സ്റ്റഡീസ്? അതായത് അനൗൺസ് ചെയ്യാത്ത, ഒരു മോശമായ രീതിയിൽ സ്റ്റഡീസിനെ കാണുന്നത് ഈ കൂട്ടത്തിൽ ആരാണ്? ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളാണോ, കണ്ണിങ് ആണോ, സ്റ്റുപ്പിഡ് ആണോ, വൈസ് ആണോ? അക്കോർഡിംഗ് ടു ദി ഓഥർ ആണ്. അല്ല, വൈസ് പീപ്പിൾ അനൗൺസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ആക്ച്വലി കണ്ണിങ്, ഒരിത്തിരി സൂത്രശാലികളായിട്ടുള്ള ആളുകളാണ് ഈ സ്റ്റഡീസിനെ ഡിനൗൺസ് ചെയ്യുന്നത്, ഓഥറിന്റെ പക്ഷം. ആൻഡ് the last question from that set, according to the author, one should read to. ഓഥറിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർഗ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണോ, വിശ്വസിക്കാൻ വേണ്ടി മാത്രമാണോ, അത് ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണോ, അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്ത് അതിൽ വിശ്വസിക്കാനാണോ? ഓപ്ഷൻ സി ആണോ സാർ? യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ സി, ഇവാലുവേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ആ എസ്സേയിൽ തന്നെ പറയുന്ന ഒരു വാക്കാണ് യു ഷുഡ് വേ ആൻഡ് കൺസിഡർ. യു ഷുഡ് റീഡ് ടു വേ ആൻഡ് കൺസിഡർ. നമ്മൾ വായിക്കുന്നതെല്ലാം നമ്മളൊന്ന് വേ ചെയ്ത് നോക്കണം, ഒന്ന് അളന്നു നോക്കണം, എന്നിട്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ സ്റ്റഡീസിനെ എന്താ പറയുക അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക, വേണ്ടാത്ത സാധനങ്ങൾ കളയുക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്. ഓക്കെ, സോ you should evaluate and understand. So the answer is option C. Very good. So you are moving on. അപ്പോൾ ഒരു 5 ക്വസ്റ്റ്യനെ മിക്കവാറും ഈ കോംപ്രിഹെൻഷൻ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒരു എസ്സേ തരും, അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. മോസ്റ്റ് പ്രോബബ്ലി അതായിരിക്കും ഒരു രീതി. ഇതേപോലുള്ള ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെയോ
എസ്പെഷ്യലി ഒരു ഇംഗ്ലീഷ് റൈറ്ററിന്റെ ആയിരിക്കും ഒരു എസ്സേ നിങ്ങൾക്ക് ചോദിക്കുക. അല്ലെങ്കിൽ മേ ബി ഒരു പോയട്രി ആയിരിക്കാം, ഒരു 8 ലൈനോ 16 ലൈനോ ഉള്ള ഒരു കവിത ചോദിച്ചിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാം. എനിവേ ഇറ്റ് വിൽ ബി വെരി മച്ച് റിലേറ്റഡ് ടു ലിറ്ററേച്ചർ. സാഹിത്യമായിട്ട് നല്ല റിലേഷൻ ഉള്ള എസ്സേസ് ആയിരിക്കും ചോദിക്കുക, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. I mean England literature, not American, England literature. So now we are going to the next section, that is fill in the blanks. അത്യാവശ്യം ഇംഗ്ലീഷ് സെക്ഷനിലെ എളുപ്പമുള്ള ഒരു സെക്ഷനാണ് fill in the blanks. 4 ഓപ്ഷൻ ഉണ്ടാവും, അതിലെ ഗ്രാമർ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഫിൽ ചെയ്താൽ മതി. ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഇൻ ദ സെക്ഷൻ ഹാസ് എ blank space and 4 words of group words given after the sentence. Select the words or group of words you consider most appropriate for the blank space and indicate your response on the answer sheet. 4 ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. First question. The election commission on Saturday dash that the assembly elections in 5 states will be held from November 12th to December 7th. Pronounced, announced, promulgated, issued. ബി ആണോ? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണല്ലേ. മലയാളത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് എപ്പോഴും പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ. സോ അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ്ഡ് ഓൺ സാറ്റർഡേ അനൗൺസ്ഡ് ദാറ്റ് അസംബ്ലി ഇലക്ഷൻ ഇന്ന ഡേറ്റിൽ തുടങ്ങാൻ പോവുകയാണെന്ന് അവർ അനൗൺസ് ചെയ്തു. Yes, the next question. The victims were fruit vendors and they were going in an auto when they dash an accident on the way. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇംഗ്ലീഷിൽ. യെസ്, ഇംഗ്ലീഷിൽ ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്നേ പറയാറുള്ളൂ, വേറെ വേർഡ്സ് ഒന്നും നമ്മളോട് യൂസ് ചെയ്യില്ല. സോ വെൻ ദേ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഓൺ ദ വേ, ആൻസർ ഈസ് ഓപ്ഷൻ എ. യെസ്. Next question. Scores of villagers are dash a sit-in protest against the construction of a new underpass. സ്കോർസ് ഓഫ് വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആളുകളുടെ കൂട്ടം എന്നാണ് കേട്ടോ. വില്ലേജേഴ്സിന്റെ ആളുകളുടെ കൂട്ടത്തിനാണ് നമ്മൾ സ്കോർസ് ഓഫ് വില്ലേജേഴ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ അത് ഇച്ചിരി യെസ് പെർഫോംഡ് അറിയായിരുന്നല്ലേ. ഓക്കെ, ദി ആൻസർ ഇസ് പെർഫോംഡ്. Scores of villagers performed a sit-in protest. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ്, ഒരു സമരമൊക്കെ നമ്മൾ എന്താ പറയാ, പെർഫോം ചെയ്യാന്നാണ് പറയാ. പെർഫോമിങ് എ sit-in protest against the construction of a new underpass. Very good. Next question. It is common for patients to stop dash medicine as soon as they start feeling better. യെസ്, ടേക്കിംഗ് മെഡിസിൻ. ഇംഗ്ലീഷിൽ അതും ഒരു യൂസേജ് ആണ്. മെഡിസിൻ എടുക്കുക എന്നാണ് നമ്മൾ പറയാ. മെഡിസിൻ എടുക്കാന്ന്, കഴിക്കാന്നോ വിഴുങ്ങാന്നോ ഒന്നുമല്ല നമ്മൾ പറയാം, മെഡിസിൻ എടുക്കുക എന്നാണ് പറയുന്നത്. സോ ദി ആൻസർ ഇസ് ടേക്കിംഗ്. It is common for the patients to stop taking medicine as soon as they start feeling better. Okay. നേരത്തെ വന്ന ക്വസ്റ്റ്യനിൽ, അതായത് 48-ൽ ഒരു ആൻസറും കൂടെ അവിടെ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് സ്റ്റേജിങ്. ഒരു പെർഫോമൻസ് ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നു എന്ന് നമ്മൾ ചില സമയങ്ങളിൽ പറയാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് പെർഫോമിങ്. ഓക്കെ, രണ്ടെണ്ണത്തിലും ഏത് വേണേ ഉപയോഗിക്കാൻ പറ്റും. ഇതില് ആക്ച്വലി കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഞാൻ 2-3 ടെക്സ്റ്റ് റെഫർ ചെയ്തപ്പോഴത്തേക്കും ചിലയിടത്ത് സ്റ്റേജിങ്ങും ചിലയിടത്ത് പെർഫോമിങ്ങും ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഐ തിങ്ക് വിൽ ഗോ വിത്ത് സ്റ്റേജിങ് ഇൻ ദിസ് സെക്ഷൻ. കാരണം 2 ഞാൻ സ്റ്റേജിങ്ങും 2 പെർഫോമിങ്ങും കണ്ടു. പക്ഷെ കൂടുതൽ എനിക്ക് കൺവിൻസീവ് ആയിട്ട് തോന്നിയത് സ്റ്റേജിങ് ആണ്. സോ യു ഗോ വിത്ത് സ്റ്റേജിങ്. കാരണം സ്റ്റേജിങ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് അവിടെ കൊടുത്തിരുന്നത് ഓർഗനൈസിങ് ആൻഡ് ടേക്കിംഗ് പാർട്ട് ഇൻ എ പബ്ലിക് മീറ്റിംഗ് എന്നാണ്. അതായത് ഒരു പബ്ലിക് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുക, അതിന്റെ ഭാഗവാക്കാകുക എന്നാണ് സ്റ്റേജിങ് എന്ന് പറയുന്നൊരു വേർഡിന്റെ മീനിങ് ഇത്തരം ഒരു സെന്റൻസിൽ കൊടുത്തിരുന്നത്. സോ ഐ തിങ്ക് വിൽ ഗോ വിത്ത് സ്റ്റേജിങ്. പെർഫോമിങ് വേണ്ട. ഇങ്ങനെ പെർഫോമിങ് ആൻഡ് സ്റ്റേജിങ് ഓരോ ഓപ്ഷനിൽ വരുവാണെങ്കിൽ പെർഫോമിങ് എഴുതണ്ട, സ്റ്റേജിങ് എഴുതിയാൽ മതി കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ടേക്കിംഗ്.
taking medicine. And the last question in the set: a 4-year-old girl got a new lease of life after doctors at a hospital dash a cancerous tumor from one of her kidneys. ഇത് ഈസിയാണ്. റീപ്ലേസ്. ട്യൂമർ റീപ്ലേസ് ചെയ്യാനോ? എങ്ങനെ നമ്മൾ ക്യാൻസറിന്റെ ട്യൂമർ റീപ്ലേസ് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഓർഗൻസ് ആയിരിക്കും മാറ്റി വെക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. എ 4-year-old ഗേൾ ഗോട്ട് എ ന്യൂ ലീസ് ഓഫ് ലൈഫ് ആഫ്റ്റർ ഡോക്ടേഴ്സ് അറ്റ് ദ ഹോസ്പിറ്റൽ ഡാഷ് എ ക്യാൻസറസ് ട്യൂമർ. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? മുഴയാണ്. നമ്മുടെ ക്യാൻസറിന്റെ റിമൂവ്. അതെ 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 അതെ. ഓപ്ഷൻ ബി, റിമൂവ്ഡ്. ട്യൂമർ എപ്പോഴും റിമൂവ് ചെയ്യാന്ന്, എടുത്തു കളയുക ചെയ്യുന്നത്. ട്യൂമർ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. റീപ്ലേസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ എന്താ, കിഡ്നിയോ ലിവറോ ഐസോ ഒക്കെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, മാറ്റി വെക്കുന്നത്. ശസ്ത്രക്രിയ മാറ്റി വെക്കുന്നത്. സോ ദിസ് ഇസ് ട്യൂമർ. അത് ആ മുഴയാണ് നമ്മൾ ട്യൂമർ എന്ന് പറയുന്നത്, ക്യാൻസറസ് ട്യൂമർ. സോ ദി ആൻസർ ഇസ് റിമൂവ്ഡ് cancerous tumor from one of her kidneys. Yes, very good. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, താരതമ്യേന എളുപ്പമായിരിക്കും. ബിക്കോസ് ലുക്കിംഗ് അറ്റ് ദി ഓപ്ഷൻസ് ഇറ്റ്സെൽഫ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദി ആൻസർ. അതുകൊണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വലിയ കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക്. എപ്പോഴും പ്രശ്നം വരുന്നത് ഈ എന്താ പറയുന്നത്, എഡിറ്റിങ്, സെന്റൻസ് റീഓർഡറിങ് ഒക്കെയാണ് മിക്കവാറും പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. സോ ആ ഒരു ക്വസ്റ്റ്യന്റെ സെറ്റ് തീരാണ്. വിൽ ഗോ ടു എ നെക്സ്റ്റ് സെറ്റ്. വേറൊരു സെറ്റ് നമുക്ക് ഇന്ന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Again we are coming back to spotting errors. ഈ സ്പോട്ടിംഗ് എറേഴ്സ് കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് സ്പോട്ടിംഗ് ദി എറേഴ്സിലാണ്. ഓക്കെ, ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു ക്ലൂ തരാം. നോ എറർ ഒരു ക്വസ്റ്റ്യനിലും ഇല്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നോ എറർ വല്ലപ്പോഴും വരുന്ന ഒരു ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം നിങ്ങളുടെ ആൻസേഴ്സ്. 3 ഓപ്ഷനേ എപ്പോഴും കാണുള്ളൂ. ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസിൽ നോ എറർ ഉണ്ടാവില്ല. നോ എറർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. എല്ലാ ക്വസ്റ്റ്യനിലും എന്തെങ്കിലും ഒരു തെറ്റുണ്ട്. ഓക്കെ, അത് മനസ്സിൽ വെച്ചോളുക. വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A company of 5,000 soldiers, having marched tirelessly over 5 days, have just moved into their cantonment. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ആ ഒരു ഇതില്ലേ, സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ്, സബ്ജക്റ്റിന്റെ നമ്പർ, വേർബിന്റെ നമ്പർ സെയിം ആയിരിക്കണം. അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് വരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ. കിട്ടുന്നില്ല? സിയിലാണ് സാർ. അതെ, ആൻസർ തെറ്റ് സിയിലാണ്. എന്താണ് മിസ്റ്റേക്ക്? ഹാഡ് എന്നാണോ? ഹാഡ് അല്ലടാ, ഹാസ് ആണ് വരിക. ഹാസ് ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു their cantonment. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ സെയിം കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സബ്ജക്റ്റിന്റെ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. എ കമ്പനി ഓഫ് 5,000 സോൾജേഴ്സ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് 5,000 സോൾജേഴ്സ് ആണോ സബ്ജക്റ്റ് എന്നല്ല. ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് 5,000 സോൾജേഴ്സ് അല്ല, എ കമ്പനിയാണ്. ഫസ്റ്റ് ഭാഗം നോക്കുക. എ കമ്പനി മീൻസ് ദാറ്റ് നൗൺ ഇസ് സിംഗുലർ. നൗൺ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട വേർബും സിംഗുലർ ആണ്. സോ എ കമ്പനി ഓഫ് 5,000 സോൾജേഴ്സ് ഹാസിംഗ് മാർച്ച്ഡ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരു വേർഡ് ഇല്ല. ഹാസിംഗ് മാർച്ച്ഡ് എന്ന് പറയുന്നൊരു വേർഡ് ഇല്ല. അല്ലായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഹാവ് മാർച്ച്ഡ് എന്നായിരുന്നെങ്കിൽ അത് ഹാസ് മാർച്ച്ഡ് എന്ന് നമുക്ക് ആക്കിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഹാഡ് മാർച്ച്ഡ് ആണല്ലേ, MARCHED പാസ്റ്റ് ആണ്. സോ അവിടെ ഹാഡ് മാർച്ച്ഡ് എന്ന് ആക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഹാവിംഗ് ആണ്. സോ അത് ഹാസിംഗ് എന്നാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഹാവ് ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു ദെയർ കൺടോൺമെന്റ്. ഹാവ് എന്നുള്ളത് എപ്പോഴും പ്ലൂറലിന്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഒരു ഓക്സിലറി ആണ്. സോ ആ ഹാവ് മാറി അവിടെ ഹാസ് ആവുന്നു. സോ ദ സെന്റൻസസ്: എ കമ്പനി ഓഫ് 5,000 സോൾജേഴ്സ് ഹാവിംഗ് മാർച്ച് ടയർലെസ്ലി ഫോർ ഓവർ 5 days ഹാസ് ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു ദെയർ കൺടോൺമെന്റ്. യെസ്, ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Again,
സെയിം. എവറി പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ പ്രിൻസിപ്പിൾസ് മസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ടു ഫൈറ്റ് ഫോർ ദെയർ കൺവിക്ഷൻസ്. ഏഴാണോ സാർ? എ അല്ല, എ അല്ല, എയില് മിസ്റ്റേക്ക് ഇല്ല. സിയിലാണോ? സിയിലാണ് മിസ്റ്റേക്ക്. എഗെയിൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ റൂള് തന്നെയാണ് ഇവിടെ വരിക. സിയിലാണ് മിസ്റ്റേക്ക്. എന്താണ് മിസ്റ്റേക്ക് വരുന്നത്? എഗെയിൻ സബ്ജക്ട് നോക്കുക. എവറി പേഴ്സൺ. എവറി പേഴ്സൺ എന്ന് പറയുമ്പോൾ പിന്നെയും നിങ്ങൾ പ്ലൂറലിലേക്ക് പോകരുത്. ഇതൊക്കെ ചില എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ സബ്ജക്ട് വേർബ് കൺകോഡ് പഠിക്കുമ്പോൾ ചില എക്സെപ്ഷണൽ കേസാണ്. എവറി പേഴ്സൺ, ഈച്ച് വൺ ഓഫ് ദം എന്നൊക്കെ പറയുമ്പോൾ സബ്ജക്ട് എപ്പോഴും സിംഗുലർ ആയിരിക്കും. സോ ഇവിടെയും സബ്ജക്ട് സിംഗുലർ ആണ്. എവറി പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ പ്രിൻസിപ്പിൾസ്, ആ ഒരു തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ഓരോ ആളും, അതാണ് എവറി പേഴ്സൺ, ഓരോ ആളും മസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ടു ഫൈറ്റ് ഫോർ ദെയർ കൺവിക്ഷൻ. ദെയർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലേ? പ്ലൂറൽ മാറി അവിടെ സിംഗുലർ ആവണം. അപ്പൊ ദെയർ എന്തായിട്ട് മാറും? എല്ലാ ആളും. അതൊരു ആണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും വരുന്ന റീപ്ലേസ്മെന്റ്? ദെയർ എന്നുള്ളത് പ്ലൂറൽ ആണ്. ഒരുപാട് ആളുകളെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറിയാണ് ദെയർ. ഇവിടെ ഒരാളെ പറ്റി പറഞ്ഞാൽ മതി. അപ്പോ എന്തായിരിക്കും അവിടെ വരിക? അവിടെ വരുന്നത് ഹിസ് ആണ് കേട്ടോ. ഹിസ് അല്ലെങ്കിൽ ഹെർ, അവൻ അല്ലെങ്കിൽ അവളാണ് വരിക. എവറി പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ പ്രിൻസിപ്പിൾസ് മസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ടു ഫൈറ്റ് ഫോർ ഹിസ് കൺവിക്ഷൻസ് അല്ലെങ്കിൽ ഹെർ കൺവിക്ഷൻ. ഹിസ്സോ ഹെറോ ആവാം. കാരണം അവിടെ പേഴ്സൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആളെന്നേ പറഞ്ഞിട്ടുള്ളൂ, ആണോ പെണ്ണോ എന്ന് പറഞ്ഞിട്ടില്ല. സോ ഹിസ് ഓർ ഹെർ കൺവിക്ഷൻസ്, അതാണ് അവിടെ വരുന്ന എറർ. എഗെയിൻ ഈ സബ്ജക്ട് വേർബ് കൺകോഡാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഈ സ്പോട്ടിംഗ് ദി എറേഴ്സിൽ. സിംഗുലർ പ്ലൂറൽ ആ സാധനം. അതേ രീതിയിൽ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ദി ഒളിമ്പിക് ഗെയിംസ് റിഫ്ലെക്ട്സ് ദ ഹയസ്റ്റ് സ്പിരിറ്റ് ഓഫ് ഹ്യൂമൻ എൻഡേവർ ആൻഡ് അച്ചീവ്മെന്റ്. എയിലാണ് സാർ. എയിലാണ് തെറ്റ്. അതെ, എന്താണ് തെറ്റ്? റിഫ്ലെക്സ്. അതെ, റിഫ്ലെക്സ് മാറി അവിടെ റിഫ്ലക്റ്റ് ആവും. ഒളിമ്പിക് ഗെയിംസ് എന്ന് പറയുന്നത് അഗെയിൻ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഒളിമ്പിക് ഗെയിമുകൾ എന്നല്ല, ഒളിമ്പിക് ഗെയിം അത് മൊത്തത്തിൽ നമ്മൾ എടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റ് ആയിട്ടാണ്. സോ അവിടെ വരേണ്ട വേർബും സിംഗുലർ ആണ്. റിഫ്ലെക്സ് ഈസ് എ പ്ലൂറൽ വേർബ്, സോ ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു റിഫ്ലക്ട്. ദി ഒളിമ്പിക് ഗെയിംസ് റിഫ്ലക്ട് the highest spirit of human endeavor and achievement. Very good. Yes. Next question. The principal of the school stressed the need for discipline amongst the students. സിയിലാണോ? ബിയിലോ? സി. അതെ, മിസ്റ്റേക്ക് വരുന്നത് സിയിലാണ്. എന്താണ് മിസ്റ്റേക്ക്? എമംഗ് ദ സ്റ്റുഡൻസ്. എമംഗ് ദ സ്റ്റുഡൻസ്. നമ്മൾ എമംഗ്സ്റ്റ് എന്ന് അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എമംഗ്സ്റ്റ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഒരു വവൽ സൗണ്ട് വരുമ്പോഴാണ് നമ്മൾ എമംഗ്സ്റ്റ് യൂസ് ചെയ്യുന്നത്. എമംഗ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഒരു കൺസണന്റ് സൗണ്ട് വരുമ്പോഴാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എമംഗ്സ്റ്റ് ഈസ് യൂസ്ഡ് ബിഫോർ എ വവൽ സൗണ്ട് and among is used before a consonant sound. But the principal of the school stressed the need for discipline among the students. The എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺസണന്റ് സൗണ്ട് ആണല്ലേ. the is a consonant sound, so it is always among. അതാണ് അതിന്റെ പിന്നിലുള്ള എക്സ്പ്ലനേഷൻ. പിന്നെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എമംഗ്സ്റ്റ് വരാൻ ചാൻസ് ഇല്ല. എമംഗ്സ്റ്റ് എവ്രി വൺ എന്നാണെങ്കിൽ അവിടെ എമംഗ്സ്റ്റ് ആണ് വരിക, വവൽ സൗണ്ട് ആണ്. എല്ലാവരുടെയും ഉള്ളിൽ വരും, എല്ലാവരുടെയും ഇടയിൽ. എമംഗ്സ്റ്റ് എവ്രിബഡി അല്ലെങ്കിൽ എമംഗ്സ്റ്റ് എവ്രി വൺ, എ എന്ന് പറയുന്ന വവൽ സൗണ്ട് ആണ് എവ്രി വണ്ണിൽ വരിക. സോ അവിടെ എമംഗ്സ്റ്റ് വരും. ഇവിടെ ദ ആണ്. ദ ഇസ് എ കൺസണന്റ് സൗണ്ട്, സോ ഇറ്റ് ഈസ് എമംഗ് ദ സ്റ്റുഡൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി എറർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം മോഡൽ വരുന്നത്. ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. However, successive failures are not successive stepping stones to success. സിയിലാണോ സാർ? സിയോ? ആ അതെ, സിയിലാണ് എറർ. എഗെയിൻ എന്താണ് എറർ വരുന്നത്?
സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അവിടെയും സബ്ജക്ട് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസിനെയാണ് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അത് ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. രണ്ടാമത്തേൽ വന്നപ്പോൾ ആ സ്റ്റോൺ എന്നുള്ളത് സ്റ്റോൺസ് ആയി. സോ അവിടെ മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ വരേണ്ടത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് ആണ്. അതായത് നമ്മുടെ ഒരു ചവിട്ടുപടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഷൻ. ചവിട്ടുപടികൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, ചവിട്ടുപടിയാണ്. പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നാ നമ്മൾ പറയാ അല്ലേ. സോ ഇറ്റ് ഇസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's strengths are its diversity of culture and the spirit of tolerance in its people. ഏയിലാണ്. അല്ല, ഏയിലല്ല. സ്ട്രെങ്ത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ നീ പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു. ഇന്ത്യ സ്ട്രെങ്ത് ഈസ് എന്ന് വന്നേനെ. ഇത് സ്ട്രെങ്ത്സ് ആണല്ലേ, ശക്തികൾ. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ശക്തികൾ. സോ അവിടെ 6 വരത്തുള്ളൂ, പ്ലൂറൽ തന്നെ വരത്തുള്ളൂ. അതൊരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. അത് നല്ലപോലെ ശ്രദ്ധിച്ചാലേ ആ സെന്റൻസിലെ മിസ്റ്റേക്ക് കിട്ടൂ. എനി അതർ ഗസ്സസ്? സി ആണ്. യെസ്, ആൻസർ സി ആണ്. മിസ്റ്റേക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പീപ്പിൾ അവിടെയാണോ? ഇറ്റ്സ് പീപ്പിൾ ആണ് മിസ്റ്റേക്ക് വരുന്നത്. അതും കറക്റ്റ് ആണ്. എന്താണ് അവിടെ ഉള്ള മിസ്റ്റേക്ക്? ഇൻ ദ പീപ്പിൾ അല്ല, ഇൻ ദ പീപ്പിൾ എന്നല്ല, ഇറ്റ്സ് നോക്കുക. ഇൻ ഇറ്റ്സ് പീപ്പിൾ നമുക്ക് ഇറ്റ്സ് 2 രീതിയിൽ എഴുതാം. ITS ഇറ്റ്സ് എന്ന് എഴുതാം, IT അപ്പോസ്ട്രോഫി എസ് എന്ന് എഴുതാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ITS നമ്മൾ അപ്പോസ്ട്രോഫി ഇടാണ്ട് എഴുതുവാണെങ്കിലും IT അപ്പോസ്ട്രോഫി എസ് എന്ന് ഇടുവാണെങ്കിലും ഉള്ള ഡിഫറൻസ് എന്താണ്? IT അപ്പോസ്ട്രോഫി എസ് ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഷോർട്ട് ഫോം ആണ്. ഇറ്റ് ഈസ് എന്നുള്ളതിനെ നമ്മൾ ചുരുക്കി എഴുതുന്നതാണ് IT അപ്പോസ്ട്രോഫി എസ് ഇറ്റ്സ്. അപ്പൊ ഇൻ ഇറ്റ് ഈസ് പീപ്പിൾ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഇൻ ഇറ്റ്സ് പീപ്പിൾ, ആ ആളുകളുടെ എന്ന് പറയുമ്പോൾ അവിടെ അപ്പോസ്ട്രോഫിയുടെ ആവശ്യമില്ല. സോ ഇന്ത്യ സ്ട്രെങ്സ് ആർ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി ഓഫ് കൾച്ചർ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ടോളറൻസ് ഇൻ ഇറ്റ്സ് പീപ്പിൾ. ഇൻ ഇറ്റ്സ് പീപ്പിൾ, ITS ഒറ്റ വാക്കാണ്, അപ്പോസ്ട്രോഫി വേണ്ട. സോ ദാറ്റ് ഈസ് ദ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഈസ് ഇൻ ഓപ്ഷൻ സി. മിസ്റ്റേക്ക് ഇറ്റ്സിൽ തന്നെയാണ്, പക്ഷെ ഇങ്ങനെയാണ് സെന്റൻസ് വരിക. ഓക്കെ, ഇറ്റ് അപ്പോസ്ട്രോഫി എസ് നമ്മൾ ചേർക്കുന്നത് ഇറ്റ് ഈസ്. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ് ഈസ് എ ഗുഡ് തിങ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നമുക്ക് പറയാം ഇറ്റ്സ് എ ഗുഡ് തിങ്. അതൊരു നല്ല കാര്യമാണ്. അവിടെ അപ്പോസ്ട്രോഫിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് മൈ പോയിന്റ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7. Once considered 9th planet of the solar system, Pluto is today listed as the largest dwarf planet of the solar system. അതും ഒരു റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു എറർ വരുന്ന ഒരു സെന്റൻസ് ആണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ബിയിലാണോ സാർ? അല്ല, എറർ വരുന്നത് ഓപ്ഷൻ എയിലാണ് കേട്ടോ. അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. ഈ NINTH, 9th, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞൊരു സെന്റൻസിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ഓർഡിനൽ നമ്പേഴ്സ് എന്നാണ്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓർഡിനൽ നമ്പേഴ്സ്. ഈ 9, ഈ 10, 11 എന്നൊക്കെ പറയുന്ന നോർമൽ നമ്പേഴ്സും അതിൻ്റെ കൂടെ ഈ 9ാമത്തെ, 10ാമത്തെ, 8ാമത്തെ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 9th. അതിനെയൊക്കെ നമ്മൾ ഓർഡിനൽ നമ്പേഴ്സ് എന്നാണ് പറയുക. സോ എപ്പോഴൊക്കെ ഒരു ഓർഡിനൽ നമ്പർ ഒരു സെന്റൻസിൽ വരുവാണോ അതിന് മുമ്പ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ചേർക്കണം. ദ ചേർത്ത് വേണം നമ്മൾ പറയാൻ. സോ ദ സെന്റൻസ് വിൽ ബി വൺസ് കൺസിഡേർഡ് ദ 9th planet എന്നാണ് അതിൽ വരിക. വൺസ് കൺസിഡേർഡ് ദ 9th planet, 9ാമത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ 9th എന്ന് എഴുതണം. The 9th planet of the solar system, Pluto is today listed as the largest dwarf planet of the solar system. അങ്ങനെയാണ് അതിൽ
ചേഞ്ച് വരും. അതൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടെ. കാർഡിനൽ നമ്പേഴ്സിന് മുമ്പ് എപ്പോഴും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് എ റൂൾ ഇൻ ഗ്രാമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The greatest glory in life is to be able to realize one's dreams and ambitions without trampling on those of others. ഇവിടെയും ഒരു ചെറിയ പങ്ക്ച്വേഷന്റെ എറർ ആണ്. ബിയിലാണ് സാർ. യെസ്, ആൻസർ ബിയിലാണ്. എന്താണ് മിസ്റ്റേക്ക്? ഈസ് ടു ബി. അല്ല, മിസ്റ്റേക്ക് വരുന്നത് വൺസിലാണ് കേട്ടോ. നിന്റെ ആൻസർ കറക്റ്റ് ആവും, പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ദ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഇൻ ലൈഫ് ഈസ് ടു ബി ഏബിൾ ടു റിയലൈസ് വൺസ്. ഒരാളുടെ എന്ന് പറയുമ്പോൾ അവിടെ വൺസിന് അപ്പോസ്ട്രഫി എസ് വേണം. വൺ അപ്പോസ്ട്രഫി എസ് ആണ് വൺസ്. ഓക്കെ, സോ ടു റിയലൈസ് വൺസ് ഡ്രീംസ് ആൻഡ് ambitions without trampling on those of others. So the mistake is in option B, one apostrophe s. Once നമ്മൾ അങ്ങനെയാണ് പറയാ. Second last question in this set. To be able to manage one's anger is a reflection of an individual's psychological maturity. സെയിം സാധനമാണ് ഇതിൽ വന്നിട്ടുള്ളത്. എയിലാണ് സാർ. എയിലോ? അല്ല, ആൻസർ അഗെയിൻ ബിയിലാണ് വരിക. ടു ബി ഏബിൾ ടു മാനേജ് വൺസ് ആങ്കർ. നമ്മൾ അപ്പോസ്ട്രോഫിയസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആങ്കർ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് നമ്മൾ അവിടെ കൊടുക്കേണ്ട. അവിടെ വീണ്ടും വൺസ് എന്നാണ്. ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് വൺസ് ഇൻഡിവിജ്വൽ സൈക്കോളജി. അവിടെ രണ്ടിടത്തും വൺസ് ആണ് വരിക. ആൻ മാറി അവിടെ വീണ്ടും വൺസ് എന്നാണ് വരിക. അതും ഒരു റെയർ കേസാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ടു ഏബിൾ ടു മാനേജ് വൺസ് ആങ്കർ എന്ന് പറയുന്നത് ഒരാളുടെ ആങ്കർ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി. അത് അയാളുടെ തന്നെ ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ മെച്യൂരിറ്റിയെ കാണിക്കുന്നു, അയാളുടെ തന്നെ. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ വൺസ് എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ദി എറർ ഈസ് ഇൻ ബി. ആൻ മാറി വൺസ് ആവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെറ്റ്. A honest mistake is no more than that, just an honest mistake. എയിലാണ് സാർ. എയിലാണ്. ഞാൻ പറയുന്ന കേട്ടല്ലേ? ഇല്ല, ആൻ ഹോണസ്റ്റ് മിസ്റ്റേക്ക് എന്നല്ലേ? അതെ. ആൻ ഹോണസ്റ്റ് അല്ലടാ. ഹോണസ്റ്റ് എന്ന് ഒരിക്കലും പറയരുത്. HONEST ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഓണസ്റ്റ്. എച്ച് അവിടെ സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ആൻ ചേർക്കാൻ സാധിച്ചത്. ഹോണസ്റ്റ് എന്നാണെങ്കിൽ നമുക്ക് എ എന്ന് എഴുതിയാൽ മതി. കാരണം ഹ ഈസ് എ കൺസണന്റ് സൗണ്ട്. അവിടെ വവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആൻ ചേർക്കുന്നത്. ആൻ എപ്പോഴും വവൽ സൗണ്ട്സിന്റെ കൂടെയാണ് വരുന്നത്. ആൻ ഓണസ്റ്റ് മിസ്റ്റേക്ക് ഈസ് നോ മോർ ദാൻ ദാറ്റ്, ജസ്റ്റ് ആൻ ഓണസ്റ്റ് മിസ്റ്റേക്ക്. സോ ദി എറർ ഈസ് ഇൻ ഓപ്ഷൻ. ഞാൻ വിചാരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമേ ആൻ ഓണസ്റ്റ് മിസ്റ്റേക്ക് എന്നാ വായിച്ചത്. ഓക്കെ, മൂവിങ് ഓൺ. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഈ ഒരു സെക്ഷനും കൂടെ നമുക്ക് നോക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു സെക്ഷനും കൂടെ നമുക്ക് നോക്കാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പഴഞ്ചൊല്ലൊക്കെ പോലുള്ള ഒരു സംഗതിയാണ്. എഴുതിയിരിക്കുന്നതുമായിട്ട് പുലബന്ധം ഇല്ലാത്തൊരു മീനിങ് ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക. സോ ലെറ്റ് സി. കൗണ്ടിങ് യുവർ ചിക്കൻസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? കൗണ്ടിങ് യുവർ ചിക്കൻസ്. എനി ഗസ്? സി ആണ് സാർ. എ ആണ് കേട്ടോ അതിന്റെ ആൻസർ വരിക. കോൺഫിഡന്റ് ഓഫ് സക്സസ്. അതാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ ഇത് കണ്ടിട്ട് ശരി എന്നാ പിന്നെ ഇതുമായിട്ട് ചെറിയ കണക്ഷനുള്ള ആൻസർ ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും വരാൻ ചാൻസ് ഇല്ല, വലിയ ബന്ധമൊന്നും വരാൻ ചാൻസ് ഇല്ല. കോൺഫിഡന്റ് ഓഫ് സക്സസ്. നമ്മളിപ്പോ നമ്മളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ സക്സസിൽ, വിജയത്തിൽ കോൺഫിഡന്റ് ആണെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് കൗണ്ടിങ് യുവർ ചിക്കൻസ്. ഐ എം കൗണ്ടിങ് യുവർ ചിക്കൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ കോൺഫിഡന്റ് ആണ്, നിന്റെ സക്സസിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ദി ഐസിങ് ഓൺ ദ കേക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള രീതിയായിരിക്കും. ഇറ്റ് വാസ് എൻ ഐസിങ് ഓൺ ദ കേക്ക് എന്നുള്ളത്. ഇതിൽ ഏതായിരിക്കില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞേ. എ എന്തായാലും ആയിരിക്കത്തില്ല. ബേക്ക്ഡ് ഫുഡ് ദാറ്റ് ഈസ് ഡെലിക്കേറ്റ് ആൻഡ് ഡെലീഷ്യസ് വിത്ത് എ ടോപ്പിംഗ് ഒരിക്കലും ആകത്തില്ല.
അതാണ് അതിന്റെ നോർമൽ ആൻസർ. ബി ആണോ? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ബി. എക്സ്ട്രാ ബെനിഫിറ്റ് ഓവർ ആൻഡ് എബോവ് ആൻഡ് ഓൾറെഡി ഗുഡ് ഡീൽ. ഓൾറെഡി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവത്തിന് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ അതിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയാം. അതിൽ ഒരു പുട്ടിന് പീര പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മലയാളത്തിൽ പറയുന്നതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് എപ്പോഴും, അതൊരു എക്സ്ട്രാ ടേസ്റ്റ് ആണ്. ഓൺ, ഓവർ ആൻഡ് എബോവ് ആൻഡ് ഓൾറെഡി ഗുഡ് ഡീൽ. ഓൾറെഡി നമുക്ക് കിട്ടിയ ഡീല് നല്ല അടിപൊളി ഡീലാണ്, അതിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്യുവാണെങ്കിൽ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയാം. സ്റ്റിച്ച് ഇൻ ടൈം ഏതായിരിക്കത്തില്ല? എ. എ ആയിരിക്കത്തില്ല. സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ടൈലറിംഗ് എന്ന് വിചാരിക്കും. എന്തായാലും അതുമായിട്ട് ബന്ധമുള്ള ഒരു സാധനമല്ല. സ്റ്റിച്ച് ഇൻ ടൈം സി ആണോ സർ? സി ആണോ പറഞ്ഞേ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി കേട്ടോ. ടൈംലി ആക്ഷൻ ദാറ്റ് പ്രിവെന്റ്സ് എ നെഗറ്റീവ് ഔട്ട്കം. ഒരു നെഗറ്റീവ് ഔട്ട്കം പ്രിവെന്റ് ചെയ്തിട്ടുള്ള സമയോചിതമായ ഇടപെടലിനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് സമയോചിതമായ ഇടപെടൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ ഒരു ഇഡിയത്തിന് അതിന് പറയുന്ന ഇംഗ്ലീഷ് കൗണ്ടർ പാർട്ടാണ് എ സ്റ്റിച്ച് ഇൻ ടൈം. നെക്സ്റ്റ് വൺ ഇസ് അറ്റ് 6s and 7s. On top of the situation, state of denial, state of total confusion, well planned and prepared. പരിചയമില്ലാത്ത കുറച്ച് ഇഡിയംസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാൻ അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു നോക്കാം, കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. 6ന്റെ 7ന്റെ നടുക്ക് പെട്ട പോലായി. എ ആണ്. ആക്ച്വലി ആൻസർ സി ആണ്. നമ്മൾ ഈ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്നൊക്കെ പറയില്ലേ, അതിന്റെ വേണമെങ്കിൽ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇഡിയമായിട്ട് വേണമെങ്കിൽ പറയാം. സ്റ്റേറ്റ് ഓഫ് ടോട്ടൽ കൺഫ്യൂഷൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണ്. ഡോണ്ട് നോ വാട്ട് ടു ഡു. അതിന് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് അറ്റ് 6s and 7s. നെക്സ്റ്റ് വൺ, ടേക്കിംഗ് 20 to the dozen. ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ അത് എത്ര നമ്പേഴ്സ് ആണ്? ഒരു ഡസൻ. നമ്മൾ പണ്ടൊരു പിള്ളേരൊക്കെ ആയിരുന്നപ്പോൾ ഒരു കളി കളിക്കുമായിരുന്നു. ഓരമ്മ കടലിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. ഒരു ഡസൻ മീൻസ് 12 എന്നാണ് കേട്ടോ. 12നെയാണ് നമ്മളൊരു ഡസൻ എന്ന് പറയാം. സംതിങ് ദാറ്റ് ഈസ് 12 in number is called as a dozen. DOZEN. Any guesses? ഞാൻ തന്നെ പറയാം. ആൻസർ ഈസ് ഓപ്ഷൻ എ. ടോക്കിംഗ് ഹറിഡ്ലി ആൻഡ് റാപ്പിഡ്ലി. എന്തെങ്കിലും ഭയങ്കര വേഗത്തിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനെയാണ് ടോക്കിംഗ് 20 to the dozen എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അണ്ടർ ദ വെദർ. അണ്ടർ ദ വെദർ ഏതാണ് അതിൽ ആവാൻ ചാൻസ് ഇല്ലാത്തത്? എ. എ ആയിരിക്കില്ല. വാക്കിംഗ് ഇൻ ദ റെയിൻ അല്ല. ഡി ആണോ സർ? ആൻസർ ഡി ആണ്. ഒരാൾക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയമാണ് അണ്ടർ ദ വെദർ. ഹീസ് എ ലിറ്റിൽ ബിറ്റ് അണ്ടർ ദ വെദർ എന്ന് പറയുവാണെങ്കിൽ അവനിപ്പോ വയ്യ എന്നാണ് അതിന്റെ മീനിങ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കോൺവെർസേഷനിൽ യൂസ് ചെയ്യാം. ഒരു ഫോർമൽ കോൺവെർസേഷനിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ടീച്ചറിനോ നിങ്ങളുടെ ബോസിനോ ഒക്കെ മെസ്സേജ് അയക്കുമ്പം സർ ഐ എം അണ്ടർ ദ വെദർ എന്ന് അയക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് വെൽ, നിങ്ങൾക്ക് വയ്യ. ടു സിറ്റ് ഓൺ ദ ഫെൻസ്. To sit on the fence. സി ആണോ സർ? യെസ്, സി. അതിൽ ഏതായിരിക്കത്തില്ല? ആവാൻ ചാൻസ് ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ടു ബി ലേസ്. ടു ബി ലേസി എന്തായാലും ആയിരിക്കത്തില്ല. ആൻസർ എപ്പോഴും വരുന്നത് സി ആണ്. ടു ബി അൺഡിസൈഡഡ്. എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ടു സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുക. യാ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ.
റയർ. റയർലി. യെസ്, വെരി ഗുഡ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് വളരെ ചുരുക്കം, വല്ലപ്പോഴും ഒക്കെ. അതായത് ഈ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് നമ്മൾ കാണുന്ന ഒരു ഒക്കേഷനാണ്. നീലചന്ദ്രൻ വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതില് ആ ബ്ലൂ മൂണിൽ ഒരിക്കൽ സംഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്ര റെയർ ആയിട്ടുള്ള, റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ദി ആൻസർ ഈസ് റെയർലി. ഇതും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ത്രൂ തിക്ക് ആൻഡ് തിൻ. ഐ വാസ് വിത്ത് ഹിം ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിലേതായിരിക്കത്തില്ല ആൻസർ ആവാൻ ചാൻസ് ഇല്ലാത്ത ഏതാന്ന് പറഞ്ഞേ ആദ്യം. സി ആവില്ല. എമംഗ് പീപ്പിൾ ബോത്ത് ഫാറ്റ് ആൻഡ് സ്ലിം ഒരിക്കലും ആവില്ല. യെസ്. ഏതാ? ഡി ആണ് ആൻസർ. ഡി ആണോ ബി ആണോ പറഞ്ഞേ? ഡി ആണ് ആൻസർ. ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ്, അവന്റെ ഏറ്റവും മോശം സമയത്തും ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഇഡിയോമാറ്റിക് ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഐ വാസ് വിത്ത് ഹിം ഓർ ഐ വാസ് വിത്ത് ഹെർ ത്രൂ തിക്ക് ആൻഡ് തിൻ. അതായത് നല്ല കാലത്തും ഉണ്ടായിരുന്നു, മോശം കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഈ മോശം കാലത്തിനാണ് നമ്മൾ എസ്പെഷ്യലി തിക്ക് ആൻഡ് തിൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലൈക്ക് ചോക്ക് ആൻഡ് ചീസ്. ഇതിന്റെ ഒരു കോമിക്കൽ ആയിട്ടുള്ള മലയാളം വെർഷൻ ഉണ്ട്. അത് നിങ്ങൾ ആദ്യം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ചില സിനിമകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കില്ല? ഇതില് അങ്ങനെ ഏതായിരിക്കില്ല എന്നുള്ള പറയാൻ പറ്റില്ല. എല്ലാം റിലേഷൻ ഇല്ലാത്ത സാധനങ്ങൾ തന്നെയാണ്. യെസ്, വെരി ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. ചോക്കും ചീസും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇതിന്റെ ഒരു മലയാളം വേർഷൻ ചില സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് പറയാൻ പറ്റുമോ? കഴിക്കുന്ന രണ്ട് സാധനങ്ങൾ, ഒരിക്കലും ചേരാത്ത രണ്ട് സാധനങ്ങൾ വെച്ച് ചില മലയാള സിനിമകളിലെ ഡയലോഗ് ഒക്കെ വന്നിട്ടുണ്ട്. അലുവയും മത്തിക്കറിയും പോലെ എന്ന് കേട്ടിട്ടില്ലേ? അതായത് അത് ചേരത്തില്ല. അങ്ങനെ ചേരാത്ത രണ്ട് സാധനങ്ങളെ നമ്മൾ ചേർത്ത് പറയുമ്പോഴാണ് അലുവയും മത്തിക്കറിയും പോലെ അത് ഒരിക്കലും ചേരില്ല. അതുപോലെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് കൗണ്ടർ പാർട്ടാണ് ഈ ചോക്ക് ആൻഡ് ചീസ്. ലൈക്ക് ചോക്ക് ആൻഡ് ചീസ്. ചോക്കും ചീസും ഒരു ചേർച്ചയില്ലാത്ത രണ്ട് സാധനങ്ങൾ. ഓക്കെ, സോ അത് idioms and phrases. What's the time now? 7:48. 7:48. Yes, sir. Okay. So, the ordering of the sentence is രണ്ടോ മൂന്നോ questions നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then we'll talk for the day. Okay, sir. Ordering of the sentence നോക്കാം. First question ഒന്ന് നോക്കിയേ. But perhaps the best way is to agree. There are many ways of dealing with them without excessive argumentation with intransient customers. ഏതാ? ബി ആണ് കേട്ടോ വരിക. ആൻസർ വരുന്നത് ബി ആണ്. QSPR ആണ് വരിക. ഒന്ന് നോക്കിയേ. There are many ways of dealing with intransient customers. ഒരുപാട് വഴികളുണ്ട് ഇൻട്രാൻസിയന്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇൻട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തർക്കിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചയിടുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ബട്ട് പെർഹാപ്സ് ദ ബെസ്റ്റ് വേ ഈസ് ടു അഗ്രി വിത്ത് ദം വിത്തൗട്ട് എക്സസീവ് ആർഗ്യുമെന്റേഷൻ. അവരുമായിട്ട് എഗ്രി ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്താണ്? ഓവറായിട്ട് ആർഗ്യൂ ചെയ്യാണ്ട് ശരി നിങ്ങൾ പറയുന്നതൊക്കെ തന്നെയാണ് ശരി എന്നാ ശരി എന്ന് പറഞ്ഞ് തലയാട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഓക്കെ, so that is the answer. Next question. In the years following, India achieved remarkable economic development, liberalization in the year 1991. The landmark reforms inaugurated via. So ഇതില് the landmark reforms inaugurated via എന്ന് പറയുന്ന ഒരിക്കലും ഒരു സെന്റൻസിന്റെ അവസാനമായിരിക്കത്തില്ല. സോ എസ് ഒരിക്കലും അവസാനത്തെ ഓപ്ഷൻ ആയിട്ട് വരത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് അതിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. PQRS നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി മൂന്നെണ്ണം QPSR. യെസ്, വെരി ഗുഡ്. ആൻസർ ഇസ് QPSR. ഓപ്ഷൻ ഡി ആണ് ആൻസർ. QPSR. സെന്റൻസ് എങ്ങനെയാ വരിക? ഇന്ത്യ അച്ചീവ്ഡ് റിമാർക്കബിൾ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ദ ഇയേഴ്സ് ഫോളോവിങ്.
The landmark reforms inaugurated via liberalization in the year 1991. Yes. The next question. Was the victory secured by the women's hockey team in the arena of sports perhaps against Australia in the Tokyo Olympics in the greatest moment in Indian Olympic history? അപ്പൊ ഇതിൽ അവസാനത്തെ സെന്റൻസ്, അവസാനത്തെ ഭാഗം ആവാൻ ചാൻസ് ഇല്ലാത്ത ഒരെണ്ണം ഏതാണ്? Was the victory secured by the women's hockey team in the arena of sport perhaps against Australia in the Tokyo Olympics the greatest moment in Indian Olympic history? ഇതിൽ അവസാനത്തെ പാർട്ട് ആവാൻ ചാൻസ് ഇല്ലാത്തത് ഏതാണ്? PQRS അവസാനത്തെ ഭാഗമാവാൻ ചാൻസ് ഇല്ലാത്ത ഏതാണെന്ന് പറയാം. അങ്ങനെ നമുക്ക് ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് അതെ, ഇൻ ദ അറീന ഓഫ് സ്പോർട്ട് പെർഹാപ്സ് പെർഹാപ്സ് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം വേണം, എന്നാലേ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ക്യൂ ഒരിക്കലും എൻഡിങ്ങിൽ വരില്ല. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. സോ എനി ഗസ്സസ്? തിരിഞ്ഞുപോയി. QSPR ആണ്. SPQR അല്ല, QSPR. ഇൻ ദ അറീന ഓഫ് സ്പോർട്സ് പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് മൊമെന്റ് ഇൻ ഇന്ത്യൻ ഒളിമ്പിക് ഹിസ്റ്ററി. സ്പോർട്സിന്റെ ഇതിലെടുത്ത് നോക്കുവാണെങ്കിൽ, സ്പോർട്സിന്റെ എറീനയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ മൊമെന്റ്, ഇന്ത്യൻ ഒളിമ്പിക് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? വാസ് ദ വിക്ടറി സെക്യൂർഡ് ബൈ ദ വുമൺസ് ഹോക്കി ടീം അഗൈൻസ്റ്റ് ഓസ്ട്രേലിയ. ഇന്ത്യൻ വുമൺസ് ഹോക്കി ടീം ഓസ്ട്രേലിയക്കെതിരെ നേടിയ, ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ ആ ഒരു വിജയമാണ് എന്നുള്ളതാണ് വരിക. ഓക്കെ, ഇറ്റ് ഇസ് QSPR. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 4 എണ്ണം നോക്കിയിട്ട് അതിൽ ഓപ്ഷൻ D ആവാൻ ചാൻസ്, അതായത് അവസാനത്തെ ഭാഗം ആവാൻ ചാൻസ് ഇല്ലാത്ത ഏതാന്ന് ഒന്ന് നോക്കി വെച്ചിട്ട് അതുള്ള ഓപ്ഷൻ ആദ്യമേ തന്നെ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഇൻ ടേംസ് ഓഫ് GDP and GNP for gauging the success of a nation, which are the two major determinants economic progress is determined? SPRQ. Yes, SPRQ correct ആണ്. Economic progress is determined in terms of GDP and GNP, which are the two major determinants for gauging the success of a nation. രാജ്യത്തിന്റെ സക്സസ് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന 2 സംഭവങ്ങളാണ് GDPയും GNPയും. ഓക്കെ, സോ ദി ആൻസർ ഇസ് SPRQ. Yeah. Next question. Time ഉണ്ടോ? ആണോ? ഈ സെക്ഷൻ തീർക്കണോ അതോ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോണോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോണോ? 5 ക്വസ്റ്റ്യനും കൂടെ കാണത്തുള്ളൂ ഇതിൽ. ചെയ്യാം. ഓക്കെ, നമുക്കെന്നത് ഫിനിഷ് ചെയ്തേക്കാം. വിത്ത് ദി അപ്ലോംബ് ഓഫ് എ സ്റ്റേജ് ആർട്ടിസ്റ്റ് ദാറ്റ് ദേ ആർ നോട്ട് മെൻ ഓഫ് സ്ട്രോ, they can twist and shake their wobbly heads, mesmerizing the gullible into believing. Any guess? RPSQ ആണ് സർ. Yes, correct. RPSQ. They can twist and shake their wobbly heads with the aplomb of a stage artist, mesmerizing the gullible into believing that they are not men of straw. അത് സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് അവരുടെ തലയൊക്കെ ഇങ്ങനെ കുലുക്കാൻ പറ്റും, ഒരു എന്താ പറയുന്നത്, ഒരു വോബ്ലി ഹെഡ്സ്. എന്നിട്ട് അത് മാത്രമല്ല, അവർക്ക് ബാക്കിയുള്ളവരെ പ്രൂവ് ചെയ്ത് കാണിക്കാനും പറ്റും. ദേ ആർ നോട്ട് മെൻ ഓഫ് സ്ട്രോ, വൈക്കോല് കൊണ്ട് ഉണ്ടാക്കിയവരല്ല എന്ന് അവർക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനും പറ്റും. ഓഫ് ഇറ്റ്സ് റെയിൻ സോക്ഡ് വെൻജുവർ ആൻഡ് ഓൺ ദി അതർ there are, on the one hand there is the immense beauty, the artifacts of its visible modernity. അപ്പൊ ഇതിൽ ഏതായിരിക്കും അവസാനമാവാത്ത ഓപ്ഷൻ?
R. ആറും ആവത്തില്ല, അതേപോലെ തന്നെ ക്യൂ ആവത്തില്ല. ആൻഡ് ഓൺ ദി അതർ ദേർ ആർ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. സോ ക്യൂ ആൻഡ് ആർ നമുക്ക് യെസ് എൻഡ് ചെയ്യാൻ പറ്റില്ല സെന്റൻസിൽ. സോ അങ്ങനെയും കണ്ടുപിടിക്കാം. PRQS ആണോ സർ? തിരിഞ്ഞുപോയി. RPQS. പിയും ആറും തിരിഞ്ഞുപോയി. RPQS ആണ് വരിക. ഓൺ ദി വൺ ഹാൻഡ് ദർ ഈസ് ദി ഇമ്മൻസ് ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് റെയിൻ സോക്ഡ് വെഞ്ചർ ആൻഡ് ഓൺ ദി അതർ ദർ ആർ. ഓൺ ദി അതർ എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് ഓൺ ദ വൺ ഹാൻഡ് എന്നുള്ളത് വെച്ചായിരിക്കുമല്ലോ നമ്മൾ തുടങ്ങണ്ടേ. ഒരു പക്ഷത്ത് എന്താണുള്ളത്? ദർ ഈസ് ഇമ്മൻസ് ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് റെയിൻ സോക്ഡ് വെഞ്ചർ ആൻഡ് ഓൺ ദി അതർ ദർ ആർ ദി ആർട്ടിഫാക്ട്സ് ഓഫ് ഇറ്റ്സ് വിസിബിൾ മോഡേണിറ്റി. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുകയാണ്. സോ തുടങ്ങുന്നത് ഓൺ ദ വൺ ഹാൻഡ് എന്നും പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. യെസ്. 27 are often rooted the causes of extreme poverty in the inequalities of social system. അത് ഇത്തിരി ഈസിയാണ്. QRPS. യെസ്, QRPS കറക്റ്റ് ആണ്. The causes of extreme poverty are often rooted in the inequalities of social systems. Next one is also little bit easy. A person by the way he behaves and you must judge not by the way he looks. RSQP. Yes, RSQP. You must judge a person by the way he behaves and not by the way he looks. അവനെ ജഡ്ജ് ചെയ്യേണ്ടത് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടാണ്, അല്ലാണ്ട് കാഴ്ചയിലല്ല. RS ഏതായിരുന്നു നമ്മുടെ ആൻസർ? RPQS അല്ലേ? You must judge a person RSQP അല്ലേ സർ? you must judge a person by the way, not by the way he looks. അതെ, RS PQ, sorry, QP, RSQP. C. Yes. Second last question. To the greatest number of people that causes the least discomfort, whenever in doubt, always opt for the option. RQPS ആണോ സർ? RQPS. Yeah. Whenever in doubt, that causes the least discomfort to the greatest number of people, always opt. അയ്യോ, ഏതാ പറഞ്ഞേ? A. A അല്ല. തിരിഞ്ഞുപോയി. RSQP ആണ്. Whenever in doubt, all. അയ്യോ, എനിക്കും തെറ്റിപ്പോ എന്തോന്നു. Whenever in doubt, that causes the least discomfort to the greatest number of people, always opt for the option. Yeah. Whenever in doubt. Whenever in doubt, to the greatest number of people, always opt for the option that causes the least discomfort. അങ്ങനെയാ വരിക കേട്ടോ. അപ്പോൾ RPSQ ആണ് ആൻസർ. അവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളൊരു തെറ്റാണത്. RPSQ ആണ് വരുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. Last question. Bought by bad times against the despondency, our great defense, faith and belief are.
SRQP. Yes. Faith and belief are our greatest defense, bought by bad times against the despondency. SRQP. Yes. So അത്രയും കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻസേഴ്സ് ഞാൻ നിതിൻ സാറിന് അയച്ചു കൊടുക്കാം. നിതിൻ സാർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇത് വരാറില്ലേ, സ്ക്രീൻഷോട്ട്സ് വരാറില്ലേ ആൻസേഴ്സിന്റെ? Yes, sir. PDF ആയിട്ട് വരാറുണ്ട്. ഓക്കെ. സോ അത് ഞാൻ അയച്ചു തരാം. ഒന്ന് റെഫർ ചെയ്യുക. ഒന്നും കൂടെ ഒന്ന് സ്പോട്ടിംഗ് ദി എറേഴ്സും ഈ സെന്റൻസ് ജംബിളിംഗ് ഒന്നും കൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ഇതിന്റെ കണ്ടിന്യൂഷനും വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യാം. ഓക്കെ Okay, sir. താങ്ക് യു. Thank you, sir. Good night. ഗുഡ് നൈറ്റ്.